ഹലോ ഓൾ, വെൽക്കം ടു CC Plus. എൻ്റെ പേര് അശ്വതി. അപ്പം നമ്മൾ 9th നവോദയയുടെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? നമുക്ക് കണ്ടിന്യൂ ചെയ്താലോ? ബാക്കി 2 വീഡിയോസ് എല്ലാവരും കണ്ടോ? ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോഡക്റ്റ് ഓഫ് 2x² plus x minus 5 and x² minus 2x plus 3 is. പ്രോഡക്റ്റ് എന്താ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്? എല്ലാവർക്കും അറിയോ അത്? പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ that is equal to multiplication. എവിടെയെങ്കിലും ഇനി പ്രോഡക്റ്റ് എന്ന് കണ്ടാൽ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. സം എന്ന് പറഞ്ഞാൽ അഡീഷൻ ആണ്, ഡിഫറൻസ് ഈസ് സബ്ട്രാക്ഷൻ ആൻഡ് പ്രോഡക്റ്റ് ഇസ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, 2x² plus x minus 5 into x² minus 2x plus 3. അപ്പൊ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ കൊണ്ട് ഇതിലെ ഓരോന്നിനെയും നമ്മൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പൊ 2x² കൊണ്ട് x² മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x raised to 4. അടുത്തതോ 2x² minus 2x. അപ്പൊ മൈനസ് ആണ്, 2 into 2 4 വരും. x² എക്സും കൂടെ x³ ആകും. അടുത്തതോ 2 into 3. നമുക്ക് രണ്ടും പോസിറ്റീവ് ആണ്, സോ പോസിറ്റീവ് ആണ്. 2 into 3 6 ആണ്, x². അടുത്തെന്താ വരിക? രണ്ടാമത്തെ ടേം കൊണ്ട് കംപ്ലീറ്റ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. ഇപ്പൊ പോസിറ്റീവ് ആൻഡ് പോസിറ്റീവ് പോസിറ്റീവ് ആയിരിക്കും. എക്സ് ഇൻറ്റു x² പോസിറ്റീവ് x³. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നെഗറ്റീവ് ആണ്, എക്സ് ഇൻറ്റു 2x. ഇപ്പൊ എന്താ വരാ? 2x² അല്ലെ, മൈനസ് 2x². ഇനി പ്ലസ് ആൻഡ് പ്ലസ് പ്ലസ് തന്നെയാണ്. എക്സ് ഇൻറ്റു 3 3x. അടുത്തതോ മൈനസ് 5 കൊണ്ട് സെക്കൻഡ് ബ്രാക്കറ്റിനെ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ മൈനസ് 5 ഇൻറ്റു x² മൈനസ് 5x², മൈനസ് 5 ഇൻറ്റു മൈനസ് 2x പ്ലസ് 10x, മൈനസ് 5 ഇൻറ്റു പോസിറ്റീവ് 3 മൈനസ് 15. എത്രയാ വരാം നമുക്ക്? 2x raised to 4 അല്ലെ. അപ്പൊ നമുക്ക് സി ഇല്ല. So 2x raised to 4. ഇനി ഇവിടെയോ മൈനസ് 4. ഇവിടെ ഒന്നുമില്ല, നമ്പർ മീൻസ് അവിടെ 1 ആണ് കേട്ടോ. ജസ്റ്റ് x³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1x³ ആണ്. സോ മൈനസ് 4 പ്ലസ് 1 എന്താ വരാ? മൈനസ് 3x³. ഓപ്ഷനിൽ നമുക്ക് നോക്കിയാലോ. അതാ ഈ ഓപ്ഷൻ ആദ്യമേ പോയി. മൈനസ് 3 ആയതുകൊണ്ട് ഇതും നമുക്ക് കളയാം. ഇനി ഇത് രണ്ടും നമ്മൾ ഒന്ന് ഡിസൈഡ് ചെയ്താൽ മതി അല്ലെ. അടുത്തത് നോക്കുമ്പോഴോ പോസിറ്റീവ് 6 മൈനസ് 2 മൈനസ് 5 അല്ലെ. അപ്പൊ എന്താ വരാ? മൈനസ് 7 പ്ലസ് 6 മൈനസ് x² ആണ് വരാ. ഏതിലുള്ളത്? ബി ആൻഡ് ഡി. ഡിയിലാണുള്ളത്. ഓക്കെ, ഇനി ഫെർദർ നിങ്ങൾക്ക് ചെയ്ത് നോക്കണമെന്ന് നിർബന്ധം ഇല്ല. ഓക്കെ, ഇവിടെ ഡിഫറൻസ് വന്നു, അപ്പൊ തന്നെ നിങ്ങളത് മാർക്ക് ചെയ്യുക കേട്ടോ. ഇനി നിങ്ങൾ ചെയ്ത് നോക്കിയാലും ഇതാ 10ഉം 3ഉം പ്ലസ് 13 മൈനസ് 15. കിട്ടിയില്ല എല്ലാവർക്കും? ഓപ്ഷന്റെ ഉപയോഗം അതാണ് കേട്ടോ. നമുക്ക് കുറച്ച് ഡിഫറൻസ് വരുമ്പോ തന്നെ അവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ, കുറച്ച് ഡെസിമലും ഫ്രാക്ഷനും ഒക്കെ ഇൻക്ലൂഡഡ് ആണല്ലേ. എ ഡീലർ സോൾഡ് എ റേഡിയോ അറ്റ് എ ലോസ് ഓഫ് 2.5%. ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 100ന്റെ കൂടെ നമുക്ക് 5% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അത് 105% ആയിരിക്കും. കാരണം 100% അതിന്റെ പ്രൈസും 5% പ്രോഫിറ്റും അതായിരിക്കും ഫൈനൽ പ്രൈസ്. 105% ആയിരിക്കും എന്ന് പറഞ്ഞു. നമ്മൾ അതാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ലോസ് ഓഫ് 2.5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോയുടെ പ്രൈസ് 100% ആയിരുന്നു. അതിൽ നിന്നും എത്ര ലോസ് വന്നു? 2.5% ലോസ് വന്നു. ഇപ്പൊ നിലവിൽ എത്രയുള്ളൂ നമ്മുടെ റേഡിയോയുടെ പ്രൈസ്? 97.5 ആണ്. ക്ലിയർ അല്ലേ? നിലവിൽ എത്രയാണ്? 97.5% ആണ്. എന്തിന്റെ ആണ്? നമുക്ക് എത്രയാണെന്ന് അറിയില്ല ആദ്യത്തെ വാല്യൂ. ഇപ്പൊ റേഡിയോയുടെ ആദ്യത്തെ വാല്യൂ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. എക്സ് ആണെങ്കിൽ, എക്സ് ആയിരുന്നു വാല്യൂ എങ്കിൽ ലോസ് കഴിഞ്ഞിപ്പോ അതിന്റെ 97.5% ആണ് ഇപ്പൊ അതിന്റെ വാല്യൂ കേട്ടോ. അപ്പൊ ഇതിനാണ് ആ ഡീലർ വിൽക്കുന്നത്. പിന്നെന്താ പറയുന്നത്? 100 രൂപ കൂടെ കൂടുതൽ അല്ലെ, വിറ്റ പൈസയിൽ നിന്ന് 100 രൂപ കൂടെ കൂടുതൽ വിൽക്കുമായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? എത്ര ഗെയിൻ ഉണ്ടായിരുന്നേനെ? 7.5 അല്ലെ. 7.5 എന്ന് പറഞ്ഞാൽ 7.5 എന്ന് നമുക്ക് പറയാം അല്ലെ. 7.5. അപ്പൊ എന്താണ്?
100 പ്ലസ് 7.5 107.5 ആയിരുന്നേനെ. ഓക്കെ, അപ്പൊ അത്രയും പ്രോഫിറ്റ് വന്നേനെ അല്ലെ, അത്രയും പ്രോഫിറ്റ് വന്നേനെ മീൻസ് ആ സമയത്തെ വില എത്രയാണ്? 107.5% ഓഫ് എക്സ് കിട്ടിയേനെ. എപ്പോഴാണ്? 100 രൂപ ഇതിനേക്കാൾ കൂടുതൽ ആയിരുന്നെങ്കിൽ അല്ലെ. അപ്പൊ ഇതിനേക്കാൾ 100 കൂടുതലാണ് ഇതെന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഈ പ്രൈസ് എടുക്കുമ്പോഴും ഈ പ്രൈസ് എടുക്കുമ്പോഴും നമുക്ക് നഷ്ടത്തിലാണ്, ഇത് നമുക്ക് ലാഭത്തിലാണ്. അപ്പൊ ഇവര് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിനേക്കാൾ 100 രൂപ കൂടിയാൽ നമുക്ക് ഇത് കിട്ടും അല്ലെ. അപ്പൊ ഇതിനേക്കാൾ 100 രൂപ കൂടിയാൽ നമുക്ക് ഇത്രയും കിട്ടും. നോക്കിയാലോ നമുക്ക്. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക്? ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് 100 എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ 107.5% അല്ലെ, 107.5% ഓഫ് എക്സും അതിൽ നിന്നും 97.5 നമ്മൾ വലുതിന്ന് ചെറുതാട്ടോ. ഇത് തമ്മിലുള്ള വ്യത്യാസം ഡിഫറൻസ് 100 ആണ്. അല്ലെങ്കിൽ ഇതിന്റെ കൂടെ 100 ആഡ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ അത് തമ്മിൽ 100 ആണ് അകലം അല്ലെ. അപ്പൊ നമുക്ക് എന്തെടുക്കാം? വലുതിന്ന് ചെറുത് കുറയ്ക്കുക. അപ്പൊ നമുക്ക് എന്താ വരിക? 100 ആണ് അതിന്റെ ഡിഫറൻസ്. ഇത്രയും എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇനി ഒന്ന് എല്ലാരും കുറച്ചിട്ട് പറഞ്ഞേ. 107.5% 97.5% കുറയ്ക്കുമ്പോ ഇത് എന്തുകൊണ്ടാണ് നമുക്ക് ഡയറക്റ്റ് കുറയ്ക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇത് രണ്ടും എക്സിലാണ് നമ്മൾ പറയുന്നത്, ഒരേ വിലയിലാണ് കേട്ടോ. ഇത് നമുക്ക് രണ്ട് പ്രൈസിലാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല ഡയറക്റ്റ്. പക്ഷെ ഒരേ പ്രൈസിൽ വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റും. 97.5 നിന്ന് 107.5 സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. 10.0 അല്ലെങ്കിൽ 10% വരുന്നത്. അപ്പൊ 10% എന്തെന്ന് പറയുന്നത്? റേഡിയോയുടെ ഫസ്റ്റ് പ്രൈസിന്റെ 10% 100 എന്ന് പറയുന്നത് കേട്ടോ. 10% 100. അപ്പൊ മൊത്തം പ്രൈസ് എത്രയായിരുന്നിരിക്കും? റേഡിയോയുടെ പ്രൈസ് 100% ആണ്, 100% ആദ്യത്തെ ആ റേഡിയോയുടെ പ്രൈസ്. 10% 100 ആയാൽ 100% എത്രയായിരിക്കും? 100% എന്ന് പറയുന്നത് 1000 വരും കേട്ടോ. എന്താണ്? ഇൻറ്റു 10 ചെയ്താൽ മതി. നമുക്ക് 100 ആവാൻ ഇൻറ്റു 10 ചെയ്യുവാണെങ്കിൽ അപ്പുറത്തും നമ്മൾ ഇൻറ്റു 10 ചെയ്യുക. അപ്പൊ എത്രയാണ്? ആ റേഡിയോയുടെ മൊത്തം പ്രൈസ് നമുക്ക് 1000 രൂപയാണ് അല്ലെ. 1000 ഉണ്ടോ? 1000 ഉണ്ട്. 1000 ആരെങ്കിലൊക്കെ ചെയ്തോ? നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ 1000 ആണോ? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റേഡിയോയുടെ ആദ്യത്തെ പ്രൈസ് കണ്ടുപിടിക്കാനല്ല. നമ്മുടെ ക്വസ്റ്റ്യൻ ഇൻ ഓർഡർ ടു ഗെയിൻ 12.5%, അതായത് 12.5% കൂടുതൽ നമുക്ക് കിട്ടണമെങ്കിൽ എത്ര പ്രൈസിന് സെല് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കും. ഇത് നമ്മുടെ റേഡിയോയുടെ പ്രൈസ് ആണ്, അല്ലാതെ എത്ര ശതമാനം കൂട്ടിയിട്ടുള്ളതല്ല കേട്ടോ. പ്രോഫിറ്റ് ഒന്നും ഇല്ലാത്ത ആദ്യത്തെ റേഡിയോയുടെ പ്രൈസ് ആണിത്. സോ അത് നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരാൻ വേണ്ടിയിട്ട് അത് ഉറപ്പായിട്ട് ഓപ്ഷനിൽ ഉണ്ടാകും. ആരും ചെയ്യരുത്. ഏതാണ്? ഇതിന്റെ കൂടെ എന്ത് കൂടെ കൂട്ടണം നമ്മള്? 12.5% അല്ലെ, 12.5 അല്ലെങ്കിൽ 12.5%. 1000ന്റെ കൂടെ 12.5% ഓഫ് 1000 കൂടെ കണ്ടുപിടിക്കണം കേട്ടോ. എന്താണ് 12.5%? 12.5 by 100 ഓഫ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 1000. ഓക്കെ, അപ്പോൾ 0.5% നമുക്ക് ഡിനോമിനേറ്ററിലേക്ക് പോയി 100 ആയിട്ട് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ആയി. ഇനി നമുക്ക് ഈ ഡെസിമൽ റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡെസിമൽ പോകുമ്പോൾ എന്ത് വരും? എക്സ്ട്രാ താഴെ ഒരു 0 കൂടെ വരും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായി? 1000 ആയി കിട്ടി. 1000 ആ 0 എവിടുന്നാ വന്നത്? നമ്മൾ ഡെസിമൽ റിമൂവ് ചെയ്യാൻ. ഇത് 125/10 ആണ് അല്ലെ. ആ ബൈ 10ന്റെ ആ 10 നമുക്ക് ഡിനോമിനേറ്ററിലാണ് വരുന്നത്, അതിന്റെ 0 ആണ് ഇവിടെ വരുന്നത്. ആൻഡ് അവര് തമ്മിൽ ക്യാൻസൽ ആയി. ഇപ്പൊ എത്രയാ വരാ? നമുക്ക് പ്രോഫിറ്റ് വേണ്ടത് 125 ആണ് 1000ന്റെ കൂടെ. അപ്പൊ ഫൈനൽ പ്രൈസ് 1125-ന് വിറ്റാലാണ് നമുക്ക് 12.5% ഗെയിൻ വരിക കണ്ടോ. അതും നമുക്ക് ഓപ്ഷനിലുണ്ട്. സോ 1000 and 1125 രണ്ടും കൺഫ്യൂസ് ചെയ്യാൻ ഉണ്ടാകും. നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യന് തന്നെയാണ് നമ്മൾ ആൻസർ എഴുതിയിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. സ്റ്റാൻഡേർഡ് ഫോം എല്ലാവരും കേട്ടിട്ടുണ്ടോ? ഇത് ആർക്കെങ്കിലും അറിയാത്തായിട്ടുണ്ടോ? നമുക്ക് എന്താണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് ഡെസിമലിന്റെ ഫ്രണ്ടിൽ ഒരു ഡിജിറ്റ് മാത്രമാണ് വരും കേട്ടോ. ഡെസിമലിന്റെ ഫ്രണ്ടിൽ 0 അല്ലാത്തൊരു ഡിജിറ്റ് വരും. അങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്ന് എക്സ്ട്രാ പോയിന്റ് കൂടെ വേണം കേട്ടോ, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
സോ ഇതിൽ ഏതെങ്കിലും നമ്മുടെ ആൻസർ ഉണ്ടോ നോക്കിയേ. 0.0000078. അപ്പോ നമുക്ക് 5 സീറോസും വേറെ നമുക്ക് 7 and 8 2 ഡിജിറ്റ്സും കൂടെ ഉണ്ട് അല്ലെ. അപ്പൊ ടോട്ടൽ എത്ര ഉണ്ട്? 7 ഡിജിറ്റ് ആണ് വരുന്നത് അല്ല. നമുക്ക് പക്ഷെ എങ്ങനെ എഴുതേണ്ടത്? 7.8 into സംതിങ് എന്നാ വരണ്ട കേട്ടോ. അപ്പൊ എന്ത് വരണം? നമുക്ക് ഡെസിമലിന് മുമ്പ് ഒരു നമ്പർ വരണം. അപ്പൊ ഡെസിമൽ എന്ത് ചെയ്യണം? ദാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം അല്ലെ. അവിടെ നിന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും? അത് നമുക്ക് വാല്യൂ മാറാൻ പാടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എത്ര പ്ലേസ് ആണ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്? 6 പ്ലേസ് ആണ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 6 പ്ലേസ് ആണ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ എന്ത് വരും? നമുക്ക് 10 to the power 6 ആണ് നമുക്ക് വരുന്നത്. ഇനി ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണോ ഡിവിഷൻ ആണോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് 6 പോസിറ്റീവ് ആണ്. ഇനി നമ്മൾ ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് ഈ നമ്പർ കിട്ടുന്നതെങ്കിൽ നമുക്ക് നെഗറ്റീവിലേക്ക് പോകണം. ഓക്കെ, അപ്പൊ ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണോ? ഇതിന് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ വരിക? 7, 8 ഇങ്ങനെ കുറച്ച് അധികം സീറോസ് അല്ലെ. ഇതാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് അല്ലെ. നമ്മൾ 10⁻6 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് കിട്ടുന്നത്. പക്ഷെ നമ്മുടെ നമ്പർ അതല്ല. അപ്പൊ എന്തായിരിക്കും? -6 ആണ് കേട്ടോ. അപ്പൊ പോയിന്റിലേക്ക് നമുക്ക് വീണ്ടും അത് ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവ് പവർ ആണ് കൊടുക്കേണ്ടത്. അപ്പൊ നെഗറ്റീവ് പവർ വന്നാൽ എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇത് ഡിവിഷൻ ആവുകയാണ് കേട്ടോ. 10 to the power വെച്ച് നമുക്ക് പവർ ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ താഴത്തേക്ക് എടുക്കുമ്പോൾ അത് പോസിറ്റീവ് ആകും. സോ നമുക്ക് ഡിവിഷൻ ആവുകയാണ്. ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ നമ്പർ കിട്ടുന്നത്. അതുകൊണ്ടാണ് -6 വന്നത്. എന്തുകൊണ്ടാണ് നെഗറ്റീവ് വന്നത്? എന്തുകൊണ്ടാണ് 6 വന്നതെന്ന് എല്ലാവർക്കും ക്ലിയർ ആയോ? എത്ര പൊസിഷൻ നമ്മൾ ഷിഫ്റ്റ് ചെയ്തു അത്രയും പൊസിഷൻ ആണ് നമുക്ക് പവർ ആയിട്ട് വരുന്നത്. ആൻഡ് നമുക്ക് ഡിവൈഡ് ചെയ്താലാണ് നമ്മുടെ ഒറിജിനൽ നമ്പർ കിട്ടുന്നതെങ്കിൽ നെഗറ്റീവ് വേണം. മൾട്ടിപ്ലൈ ചെയ്താലാണ് കിട്ടുന്നതെങ്കിൽ പോസിറ്റീവ് വേണം. നമ്മുടെ ആൻസർ ഉണ്ടോ ഇവിടെ? ഇവിടെ ഉണ്ടല്ലേ. എ ഉണ്ട്. എല്ലാവർക്കും ക്ലിയർ ആയോ? എളുപ്പമല്ലേ? നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതി പോലും ചെയ്യാതെ നിങ്ങൾക്ക് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, റൂട്ടൊക്കെ ഉണ്ട്. കണ്ടിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടോ? നമുക്ക് നോർമലി നമ്മൾ സ്കൂളിൽ ചെയ്യുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും? 2 സൈഡും സ്ക്വയർ ചെയ്യും. നമുക്ക് x² ടേം കിട്ടും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആകും. അങ്ങനെ ചെയ്യുന്നവരുണ്ടാകും. നമുക്ക് അതല്ലാതെ ഇവിടെ ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഓക്കെ, square root of 1 plus 25 by 144 equals 1 plus x by 12. അകത്ത് നമുക്ക് 2 നമ്പേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രാക്ഷൻ ആണ്. LCM എടുക്കാം അല്ലെ. LCM എടുത്ത് ഒരുമിച്ച് എഴുതിയാലോ എന്താകും? അത് സ്ക്വയർ റൂട്ട് ഓഫ് 144 plus 25 by 144 equals 1 plus x by 12. LCM എടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് ആഡ് ചെയ്യാം അല്ലെ. 144 and 25 എന്താ വരിക? 169. എന്തിന്റെങ്കിലും സ്ക്വയർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്ക്വയർ ആണോ? ഇത് 13ന്റെ സ്ക്വയർ ആണ്. ഇത് 12ന്റെ സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വെളിയിലേക്ക് എടുക്കാമല്ലോ. എന്തായി? നമുക്ക് 13 by 12 equals 1 plus x by 12 എന്നായി. ഓക്കെ, ഇനി നമുക്ക് 1നെ ഇപ്പുറത്തേക്ക് എടുക്കാം അല്ലെ. അപ്പൊ 13 by 12 minus 1 equals x by 12. ഇതും LCM എടുക്കുക. എന്ത് കിട്ടും? 13 minus 12 by 12 equals x by 12. അല്ലെങ്കിൽ നമുക്ക് പറയാം 1 by 12 equals x by 12. 12ന്റെ പ്ലേസിൽ 12 ഉണ്ട്. സോ എക്സിന്റെ പ്ലേസിൽ 1 ആണ്. സോ നമ്മുടെ ആൻസർ എന്താണ്? x is 1. എളുപ്പമല്ലേ ഈ മെത്തേഡ്? നിങ്ങൾ ക്വാഡ്രാറ്റിക്കിലേക്കൊന്നും പോകണ്ട കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ സോൾവ് ചെയ്യാം. ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് അകത്ത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു 20 അല്ലെങ്കിൽ മിനിമം 20 മാക്സിമം നിങ്ങൾ 30 വരെയുള്ള സ്ക്വയേഴ്സ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമാകും ചെയ്യാനായിട്ട്. സ്ക്വയേഴ്സ് പഠിക്കണം കേട്ടോ. 20 വരെ മിനിമം പഠിക്കണം. നവോദയക്ക് എല്ലാവരും പഠിച്ചൊക്കെ തുടങ്ങിയോ? നമ്മുടെ ലെങ്തി ആയിട്ടുള്ള പോർഷൻസ് ആണ് അല്ലെ. നിങ്ങൾക്ക് കുറേ ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ട്. ഏകദേശം ഇപ്പോൾ 6th ആണെങ്കിൽ നമുക്ക് 8th വരെയുള്ള ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ടാകും. ഇനി 9th നമുക്ക് 10th അല്ലെ. അതിൻ്റെയൊക്കെ നിങ്ങൾക്ക് പോർഷൻസ് എക്സാമിന് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും പ്രിപ്പയർ ചെയ്തൊക്കെ തുടങ്ങിയോ? നമ്മുടെ ബാച്ച് ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻസ് ഒക്കെ ഇപ്പോഴും ഓപ്പൺ ആണ് കേട്ടോ. നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സും അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സും ഒക്കെ അവൈലബിൾ ആയിരിക്കും. ലൈവിൽ നിങ്ങൾക്ക് ഒരു ടീച്ചർ
പഠിപ്പിക്കും. അതായത് 1 അവർ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാകും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചോദിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴാണ് നിങ്ങൾക്ക് ഡൗട്ട് വരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു മെൻറ്റർ അവൈലബിൾ ആണ്. അപ്പോൾ സാർ അല്ലെങ്കിൽ ടീച്ചർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്പോൾ തന്നെ ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതുപോലെ തന്നെ എക്സാംസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ടൈമിൽ നമുക്ക് തീർക്കാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ എക്സാംസ് ഒക്കെ നടത്തുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്